ഓ ഇവിടെ ഇരിക്കണ്ടാവോ അവന്? അതെ, ഇന്നോട് വന്നൊരു കാര്യം പറയാനാണ്. അന്ന് അണക്ക് ഇങ്ങോട്ട് വന്ന പറ്റില്ലേ? അല്ല, ഇജ്ജ് എന്ത് പണിയൊന്ന് കാട്ടിയത്? ഞാനെന്താ കാട്ടി? ഇജ്ജൊന്നും കാട്ടിയില്ല അല്ലേ? നീ രാവിലെ തന്നെ ഉടക്കാൻ വന്നേക്ക. അല്ല, ഞാൻ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് ഇടുമ്പോഴത്തെ അതിന്റെ ചോടജ്ജ് എന്തിനെങ്ങനെ എഴുതി കൂട്ടണേ? എടാ ഞാൻ എന്ത് പറഞ്ഞു എന്നാ നീ പറഞ്ഞു? വേറെ വേഷം കെട്ടെടുക്കരുത്. ഞാൻ നീ പറഞ്ഞ കമന്റ് ഇട്ടാൻ എന്റെ ബാക്കിൽ എത്ര ആൾക്കാരെ ചിരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അത് നീ കണ്ടില്ലേ? എന്ത് ഞാൻ പറഞ്ഞപ്പോ നല്ല കാര്യല്ലേ? ചിരി കിട്ടാൻ വേണ്ടിട്ട് രാവിലെ വന്ന് ചോദിക്കാം. അനക്ക് ചിരി കിട്ടാൻ വേണ്ടിട്ട് എന്റെ വായ തോന്നിട്ട് പറയാ. ഞാൻ അഭിപ്രായം പറഞ്ഞു. എന്റെ സ്വഭാവം പണ്ടതൊന്നല്ല. എന്റെ മോനൊന്ന് കേക്ക്. ഞാൻ പത്രം വായിക്കണ ഒരു ഫോട്ടോ എടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫോട്ടോ ഇട്ടേ. അപ്പൊ ഞാന് ഫേസ്ബുക്കില് അപ്പൊ തന്നെ അങ്ങോട്ട് അതിന്റെ ചോട എഴുതിയേക്കാണ്. ആദ്യമായിട്ട് പത്രം വായിക്കണവർക്ക് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാ പറഞ്ഞ വലിയ സന്തോഷം തന്നെയാണ്. ഇത്ര ഞാൻ പറഞ്ഞാൽ എന്തൊരു തെറ്റുണ്ടാ? ആദ്യമായിട്ട് പത്രം വായിക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് പത്രം വായിക്കാടോ ഞാന്? ആവശ്യമില്ലാതെ വന്ന് ഇടപെടുന്നിട്ടാ. ആ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞ് നീ അന്ന് തുടങ്ങി എന്നോട് ഈ ചോദിച്ചാല് അതൊക്കെ ആവശ്യമില്ലാത്താണ്. എന്റെ ആവശ്യമില്ലാത്ത ഞാൻ സംസാരിക്കുന്നത്. എന്റെ മോട്ടോർ വരലേക്ക് എന്റെ വാപ്പ എന്റെ അച്ഛനുള്ള കാലത്ത് വെച്ച പോസ്റ്റല്ലേ അത്? അപ്പൊ മാറ്റണമെന്ന് പറയേണ്ട ആവശ്യം എന്താ? ചങ്ങായി കാലാകാലം അങ്ങനെ വെക്കലാണോ അതിന്റെ ശരി? ഒരു ചുക്കം പറയണ്ട, എനിക്ക് ചെയ്യാൻ മനസ്സില്ല. ഈ മാറ്റം മനസ്സിലേക്ക് ഞാൻ മാറ്റിച്ചാണ്ട് നിയമം ഏത് പോസ്റ്റ് പ്രശ്നം? അല്ല, ഞാൻ ഇപ്പൊ വർത്താനം പറയാൻ വന്ന അവൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ അവൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടോ, ഇലക്ട്രിക് പോസ്റ്റ് പറഞ്ഞ മറ്റേ മോട്ടറിന് കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അപ്പൊ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ പെരുടെ അധികം ആ വയർ വലിക്കേണ്ട കാര്യമില്ല. വർത്താനം പറഞ്ഞു അനക്ക് അതന്നെ പണി. ഫോട്ടോ എടുത്തിട്ട് ഇതിലിടല്. അന്നെ പോലെ കാണിക്കുന്ന തെമ്മാടങ്ങൾ നാട് മുഴുവൻ ഞാൻ അറിയിക്കും. ഈ ന്യായം പറഞ്ഞ ആദ്യം കള്ളനായി 10 റുപ്യയുടെ ഒരു 10,000 റുപ്യ എടുത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അനക്ക് അത് അവൾ എന്തിനു ചെയ്തു വിട. പറയണ്ട, അജ്ജ് കല്ലെടുത്തറിയണൊക്കെ ആൾക്കാർ കണ്ടോളൂ. ഞാൻ മനസ്സിലാക്കിക്കോ. വേറെ വേണ്ടത്തിനൊക്കെ ഉണ്ടാ ഞാൻ മോന്ത കുട്ടിയെ തല്ലി പൊളിക്കും ഞാൻ. നീ രാവിലെ വന്നിട്ട് എന്റെ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് തെറി പറഞ്ഞ് മുഴുവനും ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ വിട്ട് നാറ്റി. അജ്ജ് ഫേസ്ബുക്കിൽ എവിടെ ചെറിയ പണി മുട്ടൻ പണി അനക്ക് ഞാൻ തരുന്നുണ്ട് നേരിട്ട്. നീ അജ്ജ് പണി കൊണ്ടുണ്ട് വായാ. ഞാൻ വെറുതെ വായ പൊളിച്ചിരിക്കല്ലേ? അനക്കുള്ള പണി രാവിലെ എന്നെ കൊണ്ട് പണി കൊണ്ടുകൊണ്ട് വായോ. എന്തൊരു മനുഷ്യനത്! എവിടുന്നെങ്കിലും ഒരു 10,000 റുപ്യ ഉണ്ടാക്കിട്ട് വേണം ആ പോസ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ. ചേട്ടാ ചേട്ടോ, എന്തേ എന്താ പ്രശ്നം ഇവിടെ? ഓടായിരുന്നു ഇത്ര നേരം അവിടെ നിന്നിട്ട് എല്ലാം കേട്ടിട്ടാ പ്രശ്നം ചോദിക്കാൻ വരണം. സുഖതനല്ലേ ഇത്? എന്താണ് എന്റെ പറമ്പില്? എന്താ നമ്മുടെ പറമ്പിന്ന് കള്ളനെ കെട്ടി ഓടിവായോ. ഓടിവായോ, എന്റെ പറമ്പിന്ന് കള്ളനെ കെട്ടി. എന്താ എന്റെ പറമ്പിൽ കിടന്നേ? ആനങ്ങാണ്ടോടന്നോ? ആനങ്ങാണ്ടോടന്നോ? എന്തിനെന്റെ പറമ്പിലേക്ക് വന്നേ? എന്നെ വീടൂല്ലടാ ഞാന്.
സൂറ എന്റെ കെട്ടിയൻ എന്നെയാണ് പിടിച്ചേക്കണ, എന്നെ വിടാൻ പറ. ഓനെ വിടാൻ പറ്റുമല്ലോ സൂറ. എന്തിനാ വന്നിച്ച് എന്താ അല്ലാ കോഴിമുട്ടയിൽ കൂടുതലും ചെയ്യാൻ വന്നേക്കാണ് സൂറ. ഓടി വരേ നാട്ടുകാരോ, ഓടി വരേ, ഓടി വരേ, ഓടി വരേ. കള്ളകാരൻ എന്റെ വീട്ടില് കള്ളകാരൻ. വിടരുത്. ഞാനാണ് വിടരുത്. ഇന്നോട് ചോദിക്കാണ്ട് ഇന്റെ പറമ്പിൽ ഈ അന്തിപ്പാതിര നേരത്തെ കേറി വന്നിട്ട് കോഴിമുട്ടയില് കൂടൊത്തവും ചെയ്യാൻ വന്നേക്കാണ് രാഘവേട്ട മോനെ അങ്ങനെ ചോദിക്കണത്. കുട്ടികൾക്ക് കുട്ടികളുടെ വർത്താനം പറയണ്ട. പറമ്പില രാത്രിക്ക് കുത്തിപ്പൊരിക്കല് പിന്നല്ലാണ്ട് എന്റെ പറമ്പിൽ വന്നിട്ട് കുത്തിപ്പൊരിക്കല്. 6 മണിയായിപ്പോയില്ലേ ഇത്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു വെച്ച കഴിഞ്ഞില്ല കാര്യം. അല്ല ഞാൻ പറയട്ടെ, ഒന്നും പറയണ്ട. രാവിലെ ഇവിടെ കന്ന് വെല്ലുവിളിച്ച് ഞങ്ങള് കേട്ടാ മുട്ടമ്മ പണി കൊടുക്കുന്നു. അത് വലിയ വർത്താനം പറയാം. ഇത് നാട് മുഴുവൻ അറിയിക്കണം. ഞാൻ ഒറ്റക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിശ്വസിക്കൂല. നിങ്ങൾ പറയണോ മോനെ, അല്ലെങ്കിൽ ഇന്നൊക്കെ അടങ്ങറാണ്. എന്തായാലും കേസ് തന്നോ അന്യൻ തല്ലും കേസും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതെന്തൊരു നാറി പണിയെന്ന്. അയ്യോ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും പറയണ്ട. അത്ര വയസ്സല്ലേ സുഖേട്ടാ, നിങ്ങൾ എന്ത് പരിപാടി? ഒന്നും പറയണ്ട. സഹായിക്കാൻ വയ്യ അവനെ നേരം വെളുത്ത മുഖത്തേക്ക് വെക്കേണ്ട ആൾക്കാരല്ലേ. എന്തിനാ ഇത്? എന്ത് പരിപാടിയാണ്? അപ്പൊ ഈ വഴിയല്ലേ പോയത്? നമ്മളിനി എങ്ങനെ അങ്ങോട്ട് പോവാ? എന്താണ് അങ്ങോട്ട് പോണോണ്ട് ഇവിടെ എവിടെ കുഴിച്ചിട്ടുണ്ടെങ്കിലോ? എന്താ ആളെ ഇടങ്ങറാക്കണ എന്റെ സൂറ. ഏ അറിഞ്ഞറിയാതെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പറച്ചാനെ. എന്തെങ്കിലും ഇടങ്ങറി നടക്കണ വഴിയിലുണ്ടിച്ച് ഞങ്ങളെ കാക്കണല്ല. തങ്ങളിലൊന്ന് പോയി കണ്ടല്ലേ നമുക്ക് കാണാം കാണാം. ഇളകല്ലേ കൊലേ. ആരത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാണ്? എന്റെ ടീച്ചറെ. നിങ്ങൾ എന്ത് വർത്താനാണ് ടീച്ചറെ പറയണേ? 10ാം ക്ലാസ്സിൽ A+ നേടിയ മോളാണ്. ആ മോക്ക് മലയാളം ഇത് അറിയില്ല അറിഞ്ഞാല് അത് നിങ്ങളെ വർത്താനം കേട്ട ഞാനാണ് ഓളെ മലയാളം പഠിപ്പിക്കണം വിചാരിക്കല്ലോ. നിങ്ങൾ സ്കൂളിലെ ടീച്ചർമാരല്ലേ ഓളെ മലയാളം പഠിപ്പിക്കണേ. വെക്കല് അതെ, എന്റെ ചെറിയോള് മുർഷീനാണ് പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിൽ. ഇനി ഓക്കും മലയാളം എഴുതാൻ അറിയില്ല അറിഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞാണ്ടല്ലോ, ഞാൻ പീഡിയം മുട്ടിയൊരു വരവ് അങ്ങോട്ട് വരും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ശരി. ഒലക്കമലാളാണോ ടീച്ചർമാര്? അതെ സുന്ദര, ആ ലളിത ടീച്ചർ ഇവിടെ വന്നാൽ എന്തെങ്കിലും കടഞ്ഞു വെച്ചാൽ കൊടുക്കരുത് കേട്ടോ. ഞാൻ എന്താ വൈദ്യോ ചേട്ടാ കട്ട കലിപ്പിലാണല്ലോ. കലിപ്പിലല്ലാണ്ടോ എന്റെ മൂത്തൊക്കെ മലയാളം എഴുതാൻ അറിയില്ല അറിഞ്ഞിട്ട് ലളിത ടീച്ചർ വിളിച്ചാപ്പോ. മലയാളം എഴുതാൻ അറിയില്ല? ഓള് A+ അല്ലേ? അതും ഞാൻ പറഞ്ഞേ, കംപ്ലീറ്റ് A+ നേടിയ കുട്ടിയുണ്ട്. ഓക്ക് മലയാളം എഴുതാൻ എപ്പോഴാണ് ടീച്ചർമാർക്ക് ഇത് അറിയണത്? അയ്യയ്യേ, അപ്പൊ പിന്നെ എന്താണ് ഈ A+? അതാ ഞാൻ നോക്കണേ. എനിക്കെല്ലാം ചൂടായിക്കണത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ A+ ഒന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന്. ഇതൊക്കെ ടീച്ചർമാരെ കൊള്ളരുതായ്മയാണത്. നമ്മളല്ലല്ലോ കുട്ടീനെ പഠിപ്പിക്കണത് ആണോ? നല്ല അതാണ് എനിക്കെല്ലാം. ഹലോ, വാങ്ങിക്കാം. ഞാൻ ഇവിടെ തന്നെയാണ്, മൊയ്തുന്റെ കടയിലാണ്. ആയിക്കോട്ടെ. മൊയ്തോ, ഒരു 4 ചാർട്ട് പേപ്പർ, പിന്നെ ഒരു 15 A4 ഷീറ്റ്, പിന്നെ പശ പൊട്ടിക്കാനുള്ള, പിന്നെന്താ ഒന്നും സ്കെച്ച് പേന, ഇത്രയും വേണം. ആക്കെ എടുക്കാം. സുന്ദര പറഞ്ഞാ കേട്ടില്ലേ? എടുത്തോ. പിള്ളേരുടെ കാര്യം ഭയങ്കര കഷ്ടാട്ടോ. എവിടൊക്കെ അത് പോണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം വായിക്കണില്ലേ പിള്ളേര്? 24 മണിക്കൂറും ഈ വെട്ടലും കുറുക്കലും പശ തേക്കലും ഒട്ടിക്കലും മാത്രം. എവിടൊക്കെ അത് പോണെന്ന് എനിക്ക് മറ്റേ കാര്യം അറിഞ്ഞോ? അറിഞ്ഞില്ല. എന്താണ്? നമ്മളെ സുഗത നമ്മളെ കോയന്റെ വീട്ടിന് മുറ്റത്ത് കൂടോത്രം ചെയ്ത്. ഒന്നും മുണ്ടാണ് പൊക്കന്നെ പോയത്. ഉള്ളതാണ്. എടാ, അവര് തമ്മിൽ തെറ്റല്ലേ? തെറ്റാണ്. അതാണ് ഞാൻ നോക്കണത്. ഇത് കയ്യോടെ പിടിച്ച് നമ്മളെ രാഘവേട്ടെ വരുന്ന 100 ആയുസാണ് മൂപ്പർക്ക്. ആ കഥ ഒന്ന് പറഞ്ഞെനിക്ക് കോയിമുട്ടന്റെ. എന്താന്ന് പറയണ്ട. നമ്മുടെ സുഗതനില്ലേ, കോയൊക്കെ എന്റെ പറമ്പിൽ കൂടോത്രം വെച്ച് 1 അല്ല 3 മുട്ടയിൽ. ശരി. അപ്പൊ ഓനെ ലാക്കാക്കിയത് 1 കോയനെ, 1 കോയന്റെ ഭാര്യ, 1 വീടിനും. 3 നശിക്കണം ചാച്ചിട്ട് കയ്യോടെ കോയ പിടിച്ചു. അടിച്ചിനോ? പിന്നെ ഞാനവിടെ എത്തിയോണ്ട് സുഗത രക്ഷപ്പെട്ടു. പിന്നെ കൊല്ലും. അത്ര ഭയങ്കര. എന്തെന്നാ ഇതിൽ പറയണ്ട്? അല്ല, ആരെ വരുന്നത് നോക്കി. ഞാൻ പറഞ്ഞു പറയല്ലേ? ഇല്ല, ഈ മൂപ്പർക്കെതിരെ കൂടോത്രം ചെയ്ത് വെച്ചിട്ട് 10 കോയമുട്ട എടുക്കട്ടെ, ആവശ്യം വരൂലേ?
ഇവനക്ക് എങ്ങനെ തോന്നണെന്ന് ഞാൻ നോക്കണം. ഇങ്ങനെയുണ്ടല്ലോ ഇപ്പത്തെ കാലത്ത് മനുഷ്യന്മാര്. അല്ല രാഘട്ടാ, ഇതെന്ത് ഈ ആലിഞ്ചപ്പൊക്കെ പറിച്ചു വരുന്ന ആടിന് കൊടുക്കാനാണോ? ഒന്നും പറയണ്ടപ്പാ, മോന്റെ കുട്ടിക്ക് സ്കൂളിൽ ഒട്ടിച്ചിട്ട് കൊണ്ടുപോകണം ആലിന്റെ ഇല. ഒരു കൊമ്പ് ഇരിക്കാൻ കിട്ടോ. മോളിന്ന് ഇപ്പൊ വിളിച്ചാൽ ഓക്കെ നാളെ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ നടന്നിട്ട് പോയിട്ട് പൊട്ടിച്ചോണ്ടാ ഇപ്പൊ. എന്താണ് തിന്നാനല്ലല്ലോ, ഒരു കഷ്ണല്ലേ. ഒരു കഷ്ണം കൂടെ നീക്കി ബാക്കി നിങ്ങൾ കൊണ്ടേക്കോളി. അടച്ചോളി. ഇതേ അല്ല, ഇത് എന്തല്ലേന്നാ പറഞ്ഞേ? ആലല്ല. ആലല്ല. ആലല്ലല്ലോ. ഇത് ശീലാന്തിയാന്ന്. ഇത് ശീലാന്തിയാണ്, ആലല്ല. ആരങ്ങനെ ആല് പറഞ്ഞേ? എവിടുന്നാ കിട്ടിയത്? ഇതാ ചെറക്കര മൈതാനത്തിന്റെ അവിടെ ഒന്നും ആലില്ല. നിങ്ങൾ എന്നെ വെച്ചോളി. എന്നിട്ടേ നമ്മളെ അയ്യപ്പങ്കാവില്ലേ, അയ്യപ്പങ്കാവിന്റെ മുന്നിൽ വലിയൊരു ആൽമരുണ്ടെങ്കിൽ അവിടെ ചെല്ലി. ഇനി ഞാൻ ആദ്യം പോണ അടുത്തേക്ക്. നിങ്ങൾക്ക് പോവാൻ എനിക്ക് പീഡിച്ച് പോകാൻ പറ്റുമോ? അതെ, ആലിന്റെ വേണമൊക്കെ പോണം. അതെ, അയ്യപ്പങ്കാവില്. സാധനം എടുത്ത് ആ മോനെ സുന്ദര, സാധനം എടുത്തോ. ചെല്ലി ചെല്ലി. ശീലാന്തി പറിച്ചുകൊണ്ടയ്യാ. കുട്ടിക്ക് നാളെ ചീത്തേക്കിനി. എത്രയായി മോനെ? സ്കൂള് നിങ്ങൾ പഠിപ്പും ടീച്ചറും ഒലക. ബാക്കിയുള്ള വയസ്സുകാലത്ത് കഷ്ടപ്പാട്. വീടെ പോയിട്ട് മോനിക്ക് ഇതെന്തിനാ ഞാൻ കൊണ്ടുപോയി എന്തൊരു ഇതായത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടീച്ചറെ, മനുഷ്യന്റെ അബോധ മനസ്സെന്നും ഉത്കൃഷ്ടാദിഷ്ടമായ താത്വിക അവലോകനത്തിന്റെ ബഹിസ്ഫുരണമാണ് ശാസ്ത്രം. ഒന്ന് ഉത്കൃഷ്ടാദി ശാസ്ത്രം, താത്വിക ശാസ്ത്രം, രണ്ടായിട്ട് തരംതിരിക്കും ശാസ്ത്രത്തെ. ഉണ്ണിമാഷേ, ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നത്? അറിവ് കടലാണ്. ആ കടലിൽ മുങ്ങിക്കുളിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. അറിവ് വേണം. മാഷേ, മാഷിനെന്ത് ഇതിലൊന്നും പറയാൻ പറ്റാത്ത? അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ ടീച്ചറെ. എന്നാലും അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഈ ഉള്ളൂരിനെ ആശാനൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കഞ്ഞി പിടിച്ച് പോയിക്കോട്ടെ ടീച്ചറെ. ഇത്രയും ഭൗതികമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയില്ല. കണ്ട, മനസ്സിലായ? ഇതാണ് വിദണ്ഡവാദം. ശാസ്ത്രത്തെയും പുരോഗമനാശയങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മടി. ഇതാണ് സാധനം, ഒറ്റ സാധനം. അവനവന് വായിക്കൊള്ളാവുന്ന പറമാട്ടെ, പല്ല് തെറിച്ചു പോകും വികണ്ഠവാദം എന്നൊക്കെ പറഞ്ഞു. നമ്മള് പഠിക്കണം മാഷ്. സ്കൂളിലെ കുറെ കാര്യങ്ങൾ അല്ല സാറേ, താത്വിക ഉണ്ണിമാഷേ, ഉണ്ണിമാഷോട് ഞാൻ 9 സീറ്റ് ക്ലാസ് എടുക്കാൻ പറഞ്ഞില്ലേ? ആ ലീന ടീച്ചർ ലീവാണ് ഫിസിക്സ്. ഞാൻ പറഞ്ഞില്ലേ ഈ അവർ അവിടെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ? പ്യാരി സാറി അവരില്ല. സത്യം. പ്യാരി സാറിനോട് പറയുന്നത് പ്യാരി സാർ വെക്കോളൂ. ഞാൻ ഇപ്പൊ ഉണ്ണി സാറിനോടാണ് പറഞ്ഞത്. അപ്പൊ ഉണ്ണി സാറ് പോകണം. ദൈവത്തെ ഓർത്ത് ഞാൻ ഇത് എങ്ങനെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ട് പോക്കട്ടെ സ്കൂള്. വിദണ്ഡവാദം. മാഷ, ഇത് കുട്ടികളെ തല്ലാൻ പാടില്ലാതുള്ളൂ. മാഷമാർ തല്ലതിട്ട് കേട്ടോ. എന്തേലും ഒരു പണി കൊടുക്കും ഉണ്ണി മാഷിന്. ഇവിടെ ഇരുത്തണില്ല. എന്റെ ഉണ്ണി മാഷ ഒന്ന് പോയേ. അവിടെ പിള്ളേരും ബഹളമൊക്കെയാണ്. വലിയ പാടാട്ടോ. എന്റെ പൊന്നേ, ഞാനെ പോയാ. അതെ, ആ ഹിസ്റ്ററി ടീച്ചർ ഉണ്ടല്ലോ, ആ രോണി ടീച്ചർ 1 മാസം പ്രസവത്തിന് ലീവാ. ശുക്കൂർ മാഷാണെങ്കിൽ മോളെ കല്യാണം പറഞ്ഞിട്ട് മാഷ് ലീവാ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ മാഷേ, 8ലും 9ലും പിള്ളേരോട് അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞിട്ട് ആരും സബ്മിറ്റ് ചെയ്തില്ല. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അതിന് ഞാൻ കൊണ്ടുപോകണോ ടീച്ചറെ? അതിനവരെ രക്ഷകർത്താക്കളെ വിളിച്ചങ്ങോട്ട് പറയൂ. അല്ല, ഞങ്ങള് പറഞ്ഞാൽ കേക്കില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ കേൾക്കാത്ത പിള്ളേർക്കൊന്നും ഞങ്ങളെ വിലയില്ല. നിങ്ങളങ്ങനെ ആക്കി വെച്ചിട്ട് പിള്ളേരെ തോളത്തിരുത്തണം. പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ തലയിൽ കയറി ചവിട്ടി താത്താൻ അതിനോട് സമ്മതിക്കരുത്. ഏത് കഷ്ടമാണെന്ന് അറിയുമോ ഇത്? ഏതാ ക്ലാസ്? 8ും 9ും. ഈ സിലബസ് ഉണ്ടാക്കണമാർക്ക് ഉണ്ടാക്കിയിട്ട് ഉത്തരം ഇറക്കി വിട്ടാൽ മതി. ബാക്കി ഞാൻ എവിടെന്ന് വെള്ളം കുടിക്കണം. ഗുഡ് മോർണിംഗ്. ഞാൻ എച്ച് എം ആണ്. ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒരു കാര്യം രക്ഷകർത്താക്കൾ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടികൾക്ക് അസൈൻമെന്റും പ്രോജക്റ്റും കൊടുക്കുന്നത് അവരുടെ പ്രക്രിയാശേഷി വർദ്ധിപ്പിക്കാനാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പാരന്റ്സും കൂടി ഒന്ന് നോക്കണം. പിന്നെ ഇത് ചെയ്യാത്ത കുട്ടികളെ മുഖം നോക്കാതെ നടപടി എടുക്കാനാണ് ഞങ്ങളുടെ സ്കൂളിലെ തീരുമാനം.
നീ എന്താ ഈ നേരത്ത് ഇവിടെ? ഞാനേ എന്താ പറയടാ? ഞാൻ പെങ്ങളും കുട്ടിയും വീട്ടിൽ വന്നിട്ടുണ്ട് സുഹൃത. അതിന് അപ്പോ ഓൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു സാധനം വേണേ. എന്ത് സാധനം? അത് ഇവിടെ ഉള്ളത് ആ സാധനം. ഞാൻ ഈ നാട് മുഴുവൻ തെരഞ്ഞ എന്റെ സുഹൃത എവിടെയും കിട്ടാല്ല. എന്റെ പറമ്പിൽ അതുള്ളത്. എന്ത് സാധനം? അത് അത് ഒരാടലോടകത്തിന്റെ അല്ല. ശരി അതോ വേണമേഷേ, അടുത്തൊരു തലവേദന വന്നേക്കണു. അടുത്തൊരു തലവേദന വന്നേക്കണു. ശീതള മാഷ് ലീവ് കഴിഞ്ഞ് വന്നാ? അതല്ലെന്ന്, ഇപ്പൊ അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുണ്ടാക്കിയിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കണമെന്ന് പിള്ളേർക്ക്. എങ്ങനെയാണ് ഇപ്പൊ? എനിക്കറിയില്ലേ. ആ ഗജനാവില് കാശ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മള് കൈക്ക് എഴുതി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ചാറ്റ് എടുക്കാനാ. ഇങ്ങനെ ശമ്പളത്തിന് നമ്മൾ ഇനിയിപ്പോ തെരുവില് പിച്ചെടുക്കേണ്ടി വരുമോ? എന്ത് ചെയ്യാനേ. അവനതെ വൈകിട്ടത്തെ PT മീറ്റിംഗ് അറിയാലോ. എല്ലാ ടീച്ചേഴ്സിനും പറയുന്നത്. പിന്നെ ഗ്രൂപ്പില് സാർ ചോദിച്ചിട്ടുണ്ട് എല്ലാരും കൃത്യസമയത്ത് വരണം. പക്ഷെ സാറേ ഉണ്ണിമാഷ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലൊരു കുഴപ്പമില്ല, അത്രയും സമാനം ഉണ്ടാവും. പുള്ളിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറയാം. സാറേ സാറേ എന്നോട് ഒരാളൊരു സംശയം ചോദിച്ചതാണ്. ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്താ ചോദിക്കേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ചന്ദ്രയാൻ വിക്ഷേപിച്ചല്ല സാറേ, അപ്പൊ ഒരു 10-40 ദിവസത്തിൽ കൂടുതൽ അടുത്തല്ല ചന്ദ്രന്റെ അടുത്തെത്താൻ. അപ്പൊ അമേരിക്കയിൽ നിന്ന് പണ്ട് അപ്പോളോ വിക്ഷേപിച്ചപ്പോ 3 ദിവസം കൊണ്ട് എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഭൂമിയിലാണല്ലോ. അതെ. അപ്പൊ അതെന്താണ് അത്രയും ദിവസം എടുക്കണത്? അതിന്റെ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ എക്സാം സമയത്ത് ഓണപ്പരീക്ഷയ്ക്ക് പ്യാരിമാഷ് ഓണത്തിന്റെ പോർഷൻ തീർക്കണത് എപ്പോഴാ? ഏതാണ്ട് ക്രിസ്മസ് പരീക്ഷ ആവും അല്ലേ? പക്ഷെ ബാക്കിയുള്ള ടീച്ചർമാര് കറക്റ്റ് ഓണ സമയത്ത് തന്നെ അതിന് തീർക്കുകയും ചെയ്യും. അതാണ് ഈ വ്യത്യാസം. അത്രേ ഉള്ളൂ. മീറ്റിംഗിന്റെ കാര്യം മറക്കണ്ട. എല്ലാരും ഇത് ഒപ്പിച്ചെടുക്കണം. ചെമ്മാണ് പോലും ചെമ്മ.